സുഹൃത്തുക്കളായത് പുറത്തൂർ മുനമ്പം ആ ഭാഗത്താണ്. അക്കരെ കാണുന്നത് ഇപ്പോൾ പടിഞ്ഞാറക്കരയാണ്. ഇവിടെ കുറേ റൈസ് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഈ ഭാഗത്തിട്ടാണ്. കടലടുത്തായ കാരണേ. പിന്നെ അഴിമുഖം ഇവിടെ അടുത്തല്ലേ, അഴിമുഖം ഞാൻ കാണിച്ചു തരാം. ഇതാണ് അഴിമുഖം. ഇതാണ് അഴിമുഖം. അഴിമുഖം നമ്മളെ കടൽ തൊട്ടടുത്ത് തന്നെയാണ് ഇല്ലേ, കടൽ തിര അടിക്കുന്നുണ്ടല്ലേ. ഇത് നമ്മളെ ജങ്കാറ് പടിഞ്ഞാറക്കര കടവാണിത്. അത് കാറ്റാടി കാര്യങ്ങളൊക്കെ അവിടെ ഒരു പാർക്കുണ്ട്. പിന്നെ നമ്മുടെ ലൈറ്റ് ഹൗസ് ഇതാ കാണുന്നത്. ലൈറ്റ് ഹൗസ് ഇവിടെ നല്ല തിരണ്ട് കേട്ടാ, തിരകൾ നല്ല വന്നടിക്കുന്നുണ്ട്. ലൈറ്റ് ഹൗസാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മളെ ഹാർബർ, പിന്നെ പാലം, നമ്മളെ കർമ്മ റോഡ് പാലം, നമ്മളെ ഇവിടെ വരുന്നത് ഹാർബറിലേക്കുള്ള പാലമാണത്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തൂർ ലാസ്റ്റാണ് വന്നിരിക്കുന്നത്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇവിടെ പള്ളിക്കടവ് കടന്നിട്ട് ഞാൻ എൻ്റെ ഒരു 10 വയസ്സിലൊക്കെ പള്ളിക്കടവ് കടന്ന് പുറത്തൂർക്ക് ഞാൻ പോയിക്കുന്നു. അവിടുന്ന് പള്ളിക്കടവ് കടന്നാൽ ഒരു ബസ് നിൽക്കുന്നിടത്തേക്ക് കുറേ നടക്കാണ്ട്. അത് ഇങ്ങോട്ട് എത്തണ്ട കേട്ടോ. പള്ളിക്കടവ് അവിടെയാണ്. പള്ളിക്കടവ് ഭാഗത്തുള്ള ഒരു വീഡിയോ ഞാനിതിൽ റീൽസാക്കി വിട്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ അമർത്തുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ്. ഇനി മഴ പെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടല്ലേ. തിരമാലകൾ ഭയങ്കര രൂക്ഷമായിട്ടാണ് ഇവിടെ അടിക്കുന്നത്. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ അങ്ങ് പോയി കഴിഞ്ഞാൽ അത്ര അറിയില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അഴിമുഖം കടലും മറ്റേ പുഴയും കൂടി ഒന്നിച്ച് സംഗമിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത്രയും രൂക്ഷ ഇവിടെ. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. നമ്മളിവിടുത്തെ പൊന്നാനിത്തെ വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത്. പൊന്നാനി ഇല്ല, ഇതിപ്പോൾ ഇവിടെ പൊന്നാനിയിൽ പെട്ടത് തന്നെയാണ്. ഇത് പുറത്തൂർ ഭാഗമാണ്. പുറത്തൂർ ഭാഗത്തേക്ക് വരേണ്ട ആവശ്യം വന്നപ്പോൾ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഈ വീഡിയോ. എല്ലാവരും കാണണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് മറക്കരുത്. എല്ലാവരും ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇല്ലേ, കുറാണ്ട് ചെന്ന് കഴിഞ്ഞാൽ അത്ര രൂക്ഷമില്ല ഈ കടലിന്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കടൽ അടുത്ത് കടലും പുഴയും കൂടി കൂട്ടി യോജിക്കുന്ന സ്ഥലമാണ്. ഇതാണ് അഴിമുഖം എന്ന് പറയുന്ന സ്ഥലം. ഇത് ആൾക്കാർക്കൊക്കെ അറിയാം, പക്ഷെ അറിയാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, മറക്കല്ല. അപ്പോൾ എന്നാൽ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. മുനമ്പം ലാസ്റ്റ്, ഇതാണ് ലാസ്റ്റ് മുനമ്പം എന്നാണ് പറഞ്ഞത്. മുനമ്പം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ നമ്മൾ ജങ്കാറേറ്റ് പടിഞ്ഞാറക്കരയൊക്കെ പോകുമ്പോൾ അങ്ങനെ ആൾക്കാർ പറഞ്ഞാണ് മുനമ്പാണ് ആ കാണുന്നത്. അപ്പോൾ ആ മുനമ്പം ഞാൻ ഇന്ന് വന്ന് കണ്ട്. ഓക്കെ, ബൈ, സീ യു. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത് പുറത്തൂർ നമ്മളെ പള്ളിക്കടവ് പോയി ഇപ്പോൾ തിരിച്ച് വന്ന് പള്ളിക്കടവത്തെ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് വിട്ടിരിക്കുന്നു ഫേസ്ബുക്കിൽ. അതുകൂടാണ്ട് യൂട്യൂബിലും വിടുന്നുണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ ഈ പണ്ട് കാലങ്ങളിൽ നമ്മളിപ്പോൾ പള്ളിക്കടവ് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇതാ ബസ് സ്റ്റാൻഡാണിത് വരുന്ന ഒരു വഴിയാണിത്. ഇതിപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ കയറാൻ. പിന്നെ നമ്മളിപ്പോൾ പള്ളിക്കടവ് കഴിഞ്ഞിട്ട് അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരണം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് ബസ് കയറുന്ന സ്ഥലം. ഇത് ടൂറിസ്റ്റ് ബസ്സാണ്, അത് വേറെ ബസ്. ഇതൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ബസ്സാണ്. നമ്മളിപ്പോൾ എന്ന് പറയലേ എനിക്കൊരു 10 വയസ്സുള്ളപ്പോൾ ഞാനും പള്ളിക്കടവ് കിടന്നിട്ട് ദിന വന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കത് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതാണ് പള്ളിക്കടത്തെ ബസ്. ഇതിപ്പോൾ പുറപ്പെടാൻ സമയമായി. ഒരു ബസ് ഇതവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ ഇപ്പോൾ എത്ര ബസ്സുകളുണ്ട് സ്ഥിരം? ഒരുപാട് ബസ്സുണ്ട്. പണ്ടൊക്കെ എന്നാൽ ഒരു മണിക്കൂർ കൂടുമ്പോൾ ഒരു ബസ്സേ ഉള്ളൂ. അന്ന് എനിക്ക് 10 വയസ്സുള്ളൂ. ഞാനിപ്പോൾ ഇന്ന് 53 വയസ്സായി. കാരണം നമ്മളെ പെങ്ങളെ വെയിറ്റ് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ബസ് കയറിയിട്ട് അത് അവിടുന്ന് പള്ളിക്കടവ് കടന്നു കഴിഞ്ഞാൽ ഒരു കൈ പിടിച്ചിങ്ങനെ വരും. ഒരു 1/2 കിലോമീറ്റർ 3/4. കുറേ ആൾക്കാരുണ്ട്. ഇന്ന് അന്നത്തെ ജനങ്ങൾ മൊത്തം അന്ന് പാലല്ല, മറ്റുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഒരു കടവ്, പള്ളിക്കടവ്, പിന്നെ അഴിമുഖം കടവ്, അതുപോലെ തന്നെ നമ്മളെ ചമറവട്ടം കടവ്. ഇപ്പം എല്ലാം പുരോഗമിച്ച് ഇപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വരും. അത് ടൂറിസ്റ്റ് ബസ്സാണ് പോകണ്ട. ഇതിവിടെ നിർത്തിയിടുന്ന ബസ്സാണ്. ഇതൊരു ബസ്സാണ്. എന്താണ് സൗഹൃദ. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അധികം, അതുകൊണ്ടാണ്. ഇത് അജ്മലിൻ്റെ ഉസ്താദാണിത്. ഇതെന്താ പേര്? അയ്യൂബ്. ഡ്രൈവറാ കണ്ടക്ടറാ? ഞാൻ കിളിപണി പഠിക്കാൻ പോയി 15 വയസ്സിൽ. കുറേ പഞ്ചറൊട്ടിച്ചെന്നല്ലാണ്ട് എനിക്കൊരു പണി തന്നില്ല അവർ. ഇപ്പം ഒന്നും ചേട്ടാ, ഇപ്പം തന്നെ പൈസ ഉണ്ട്. അപ്പോൾ ഇതൊരു അജ്മൽ 2 ഉണ്ട്. ഒരു മയൂക്കിൻ്റെ ഉടമസ്ഥനവിടെ എടുത്താൽ കുഴപ്പമുണ്ട? സന്തോഷമായി. ഓക്കെ. അപ്പോൾ നിങ്ങളൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാരല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പറഞ്ഞ് ഇത് ഏതാ വഴി? അത് റിസോർട്ടിലേക്കുള്ള വഴിയാണ്. പണ്ട് റിസോർട്ട് ഉണ്ടായിരുന്ന ഇപ്പോഴാണ് റിസോർട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഇവിടുത്തെ ഒരു നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോഴത്തെ ആൾക്കാർക്ക് 1/2 മണിക്കൂർ കൂടുമ്പോൾ ബസ്സില്ലേ? ഇപ്പോൾ 10 മിനിറ്റ് കൂടുമ്പോഴുള്ള ബസ്. 1 മണിക്കൂറുള്ള ബസ് ഇപ്പോൾ 10 മിനിറ്റ് കൂടുമ്പോഴാണ് ബസ്. അന്നൊന്നും ബസ്സേ ഇല്ല. 1 or 2 ബസ് ഉണ്ടെങ്കിലുണ്ട്. അതെന്നെ കടവ് കിടക്കുന്ന മാതിരി തന്നെ. 1 മണിക്കൂർ കൂടുമ്പോൾ ഒരു കടവ് അങ്ങണ്ട്, ഒരു കടവ് ഇങ്ങണ്ട്. ശരിയല്ലേ? അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ കേട്ടാ. അപ്പം വണ്ടി ഉണ്ടായാൽ മതി. ഇതിപ്പോൾ ചായ കുടിക്കാതാ. ഇപ്പം നമുക്കിവിടെ ബസ് സ്റ്റാൻഡിൽ പുറത്തൊരു ബസ് സ്റ്റാൻഡിൽ ഒരു ചായക്കട. ഇത് പുതിയതായിട്ട് തുടങ്ങിയല്ലേ? ഇത് പഴയ ഒരു ചായക്കടയാണ്. ആരാണ്? സതുവേട്ടൻ്റെ ചായക്കട. അപ്പം നിങ്ങൾക്ക് സതുവേട്ടൻ്റെ ഇവിടെ വന്നിട്ട് ചായയും കുടിക്കാം, പലഹാരങ്ങളും തിന്നാം, ഒക്കെ സതുവേട്ടനെ പരിചയപ്പെടും ചെയ്യാം. അപ്പം എല്ലാവരും. എന്താ പേര്? എൻ്റെ പേര് കുമാർ. ചാടിക്കാൻ വന്നാവും. ഓക്കെ. പിന്നെ കുമാരൻ ഇവിടെ അടുത്തന്നെ? അപ്പൊ പഴയ ആള് നമ്മളെ മാതിരി തന്നെ. ഇതാണ് നമ്മളെ മുതലാളി സതേട്ടന്റെ തട്ടുകട. സതേട്ടന്റെ തട്ടുകടയിൽ ഇതിപ്പോ എന്താ പറയാ, പക്കവട ഉണ്ടാക്കാണ് സതേട്ടൻ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ ബസ്സിലെ ഡ്രൈവർ കടിയൊക്കെ എടുത്തോണ്ട് കായ് കൊടുക്കുമെന്ന് അറിയില്ല. എണ്ണ മറക്കണ്ട ഡ്രൈവറെ. ഓക്കെ. സതേട്ടാ, എന്താണ് വിശേഷങ്ങള്? കുറെ കാലമായി തുടങ്ങിയിട്ട്? കുറച്ച് കാലായി. അപ്പൊ എന്തായാലും റാഹത്തന്നെ, അടിപൊളി തന്നെ. എന്തായാലും ഒന്നും കൂടി ഉഷാറാവട്ടെ. നമ്മളെ സതേട്ടന് ഇനിയും കച്ചവടം കിട്ടട്ടെ എന്ന് ഞാന്. ഒരു പ്രവാസി കൂടെ എന്റെ ഭാര്യ തന്നെ. ഞാൻ എക്സ് ഗൾഫാണ്. അപ്പൊ നമ്മളിപ്പോ ഓട്ടോറിക്ഷ ജീവിക്കണം. ഓട്ടോറിക്ഷ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, അഭിനയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മള് ഇതൊക്കെ ഒരു രസല്ലേ? അപ്പൊ എന്നാ സതേട്ടാ, ഓക്കെ എന്നാ. താങ്ക് യു. ചായ നമ്മൾ ഒന്ന് കുടിക്കണം. ഓക്കെ, താങ്ക് യു. ഇത് നമ്മളെ കണ്ടക്ടറാ, ഡ്രൈവർ കടി എടുക്കണം നോക്കണണ്ട. കടി എണ്ണം വെച്ചോളി, എല്ലാരും എണ്ണം വെച്ചോളിട്ടാ. ഇതാരാ ഡ്രൈവറാ? ഡ്രൈവറല്ലേ? കടി ഒരു പഴംപരി എടുത്തിട്ടുള്ളൂ. സതേട്ടാ, എണ്ണം വെച്ചോളിയാ. ഇതൊരു ഉള്ളിയോടാ, അല്ല മുട്ട ബജ്ജി. അടിപൊളി. ഓക്കെ. മൂപ്പര് നമ്മൾക്ക് മുഖം തരും ചേട്ടാ. ഇതാരാണ്? ബാങ്കിലെ പിരിവരാ. അത് നമുക്ക് അഞ്ഞ് വിസ്റ്റ് വേണ്ട. നമ്മളിപ്പോ അതൊരു വിഷയാക്കണ്ടാതെ. ഇതൊക്കെ ബസ് കയറാൻ വന്ന ആൾക്കാരാണ് കേട്ടാ. ബസ് കയറാൻ അങ്ങനെ തന്നെ വരണല്ലോ എല്ലാരും. അല്ല, കുറെ ആൾക്കാരെ അവിടെ വഴിക്ക് വെക്കും അല്ലേ? ഈ ഭാഗത്ത് വീടുണ്ടാ?
ഈ ഭാഗത്ത് വീടില്ല. ആ അപ്പോൾ ഇവിടെ നമ്മളാണ്ട് അവിടെ ആൾക്കാർ കാത്തിട്ടുണ്ട്. ഇപ്പോൾ ബസ് പോയാ? ആ ഒരു ബസ് പോയിക്കണം. അപ്പോൾ ഇനി അടുത്ത ബസ് പോവും. അപ്പോൾ മായൂക്ക് അജ്മൽ 2 എണ്ണം, പിന്നെ എന്താണ് പിന്നെ സൗഹൃദ 1, പിന്നെ ഏതാണ് ഇനി ബസ്? മയൂക്കുണ്ട്, അത് ഞാൻ പറഞ്ഞു. ഇനി ബസ്സില്ലല്ലോ. ബസ്സുകൾ ഇനി അനവധി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ബസ് ഉള്ളത് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ്. നമ്മളെ പുറത്തൂർ ബസ് സ്റ്റാൻഡിലെ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ സദേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ചായ കൂടി കുടിക്കണം കേട്ടോ, മറക്കരുത്. ഓക്കെ, താങ്ക് യു. മമത ബസ് പുറപ്പെടാനുള്ള ഇതാണ്. ഒരു തിരക്കിലാണ്. മമത അല്ലല്ലേ ഇത്? മമത തന്നെയല്ലേ? മമതല്ലേ? വേറെ പേരും കാണുന്നു. അവസ്ഥ ഭയങ്കര പ്രശ്നമുള്ള റോഡായി മാറിയിരിക്കണ്. ബസ്സുകളൊക്കെ വരുമ്പോഴൊക്കെ ആകെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് എന്തായാലും ഇതൊന്ന് ശരിയാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇവർക്ക് എല്ലാവർക്കും. ആരും പറയാത്ത നോക്കണ്ട. അപ്പോൾ എല്ലാവരും ഇത് ഈ റോഡിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ അത്യാവശ്യം ബസ്സുകളൊക്കെ അവിടെ വരുന്നുണ്ട്. അത് ഒരു ബസ്സിന് അതാ ബസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഓർമ്മയിൽ ബസ് എടുക്കാനൊക്കെ വലിയ പാടാണ്. കുഴിയിലൊക്കെ ചാടിയിട്ടാണ് പോണത് ബസ്. അപ്പോൾ എന്തെല്ലാം അധികൃതരൊന്ന് നമ്മളെ കനിയണം. ഇവരെ ബസ് സ്റ്റാൻഡ് ഒന്ന് ശരിയാക്കി കൊടുക്കാൻ ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ഒരു ബാത്റൂം അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഇവർ ബാത്റൂം ഇല്ലാത്ത കാരണം അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മൂത്രം ഒഴിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാത്റൂം അത്യാവശ്യമാണ്. അത്യാവശ്യം ബസ് ഇവിടെ കുറേ ബസ്സില്ലേ? ഒരുപാട് ബസ്സുണ്ട്. ഒരു ബസ്സിലെ മലയാളിയാണിത്. മലയാളി തൊഴിലാളിയൊക്കെയാണ് ഇവർ. അവർ ബാത്റൂം, റോഡ് നന്നാക്കൽ, ഇതൊക്കെയാണ് നമ്മളെ ആവശ്യങ്ങൾ. ഇവർ ആവശ്യം തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് പഞ്ചായത്തല്ലേ? തന്നെ ശരി. അപ്പോൾ നമ്മളെ ചേച്ചി ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഒരു ചേച്ചിയും കൂടി ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇപ്പം ചേച്ചിയുടെ ഭർത്താവ് 19-25 കൊല്ലമായി ഇവിടെ കച്ചവടം. എന്നാലും ഇപ്പോൾ മൂപ്പര് അസുഖമില്ലാതെ ഇരിക്കണം. അതുകൊണ്ട് നമ്മളെ ചേച്ചിയാണ് ഇപ്പോൾ ഇവിടെ കച്ചവടം ചെയ്യുന്നത്. വലിങ്ങനെ കച്ചവടമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ നമ്മളെ പഞ്ചായത്ത് പൊളിച്ച്. ഇത് നിങ്ങൾ കെട്ടിയ ഒരു ഇതാണല്ലേ? അതായിരുന്നു പഞ്ചായത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് അല്ലേ? പിന്നെ ഇപ്പം എന്ത് ചെയ്യും നമ്മളല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു നമുക്ക് നമ്മുടെ ഭർത്താവ് ചെയ്തിരുന്ന സംഗതിയല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സന്തോഷത്തിൽ എന്നും ഇങ്ങനെ വന്ന് തുറക്കുക. എന്തിനും കിട്ടിയ ആയിക്കോട്ടെ, ദൈവം അനുഗ്രഹിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും കിട്ടട്ടെ എന്ന് ഞാനും കൂടി പ്രാർത്ഥിക്കാം. ഓക്കെ.